മലയാളികൾക്ക് സദ്യയുടെ വിഭവങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ടത് പായസം തന്നെയാണ്. പായസത്തിൽ തന്നെ ഒന്നാമത് പ്രഥമൻ. പ്രഥമനിൽ തന്നെ ഏറ്റവും വിശിഷ്ടമായത് അടപ്രഥമൻ. അപ്പോൾ നമുക്കിന്ന് അടപ്രഥമൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അടപ്രഥമൻ ഉണ്ടാക്കാൻ വളരെ പ്രയാസമാണെന്നാണ് പറഞ്ഞു വരുന്നത്. പക്ഷേ ഇപ്പോൾ കാലം മാറി, നമുക്ക് വളരെ വേഗത്തിൽ പ്രഥമൻ ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെയാണ് വളരെ വേഗത്തിൽ പ്രഥമൻ ഉണ്ടാക്കുന്നതെന്ന് ഞാനിന്നിവിടെ കാണിച്ചു തരാം. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ അമർത്തി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു കുഴപ്പവും കൂടാതെ നന്നായി വരാനുള്ള ചില ടിപ്സുകൾ ഞാനിതിൽ പറയുന്നുണ്ട്. എല്ലാവരും അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക. ഇവിടെ ഞാനിന്നൊരു 500 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഉണ്ട ശർക്കര ഒരു മീഡിയം മധുരത്തിലാണ് ഈ ഒരു ശർക്കര വരുന്നത്. മധുരം കൂടുതൽ വേണ്ടവർ വേണമെങ്കിൽ ഒരു 600-650 ഗ്രാം വരെ ശർക്കര ഉപയോഗിക്കാം. ഈ ശർക്കര നമ്മളൊന്ന് പൊടിച്ച് ഒന്ന് ചീകിയെടുക്കുകയോ അല്ലെങ്കിൽ വല്ല അമ്മിക്കല്ലോ എല്ലാം ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് പൊട്ടിച്ചെടുത്ത് വല്ലതും ചെയ്തിട്ട് കുറച്ച് വെള്ളം ചേർത്ത് ഉരുക്കി നമ്മൾ അരിച്ചെടുക്കണം. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. കുറച്ചും കൂടെ എളുപ്പമാവാൻ ഞാൻ പറഞ്ഞു തരാം. ഇപ്പം മാർക്കറ്റിൽ ശർക്കരയുടെ പൊടി ലഭ്യമാണ്. പൊടി അത് ഗ്രാനുവൽസിൻ്റെ രൂപത്തിലും കിട്ടും, പൊടിയായിട്ടും കിട്ടും. അതിൽ വലിയ അഴുക്കൊന്നും കാണത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ശർക്കരയുടെ 1-2 സ്റ്റെപ്പ് നമുക്ക് പായസം ഉണ്ടാക്കുന്നതിനകത്ത് നമുക്ക് ഒഴിവായി കിട്ടും. അതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട ശർക്കരയോ അല്ലെങ്കിൽ ശർക്കരയുടെ ഗ്രാനുവൽസോ അല്ലെങ്കിൽ ശർക്കരയുടെ പൊടിയോ വാങ്ങിക്കാം. ഇനി അടയുടെ കാര്യം പറയാം. ഞാനിന്ന് 200 ഗ്രാം അടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഒരു ചെറിയൊരു ഫാമിലിക്ക് അത് മതിയാവും ഒരു സദ്യക്ക്. അട വാങ്ങിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അട അരിയുടെ വാങ്ങിക്കണം. ഇപ്പോൾ മാർക്കറ്റിൽ അരിയുടെ അല്ലാതെ ഈ നൂഡിൽസൊക്കെ ഉണ്ടാക്കുന്ന അതേപോലെ മൈദയുടെയൊക്കെ അടകൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഇൻഗ്രീഡിയൻസ് എടുത്ത് പ്രത്യേകം വായിച്ച് നോക്കണം. അല്ലെങ്കിൽ അവിടെ കടകളിൽ ചോദിച്ചാൽ മതി. അരിയുടെ അട തന്നെ വാങ്ങിക്കണം. ഇനി ആവശ്യമുള്ളത് ചവ്വരിയാണ്. ചില പ്രദേശങ്ങളിൽ ചവ്വരി ചേർക്കാറില്ല. പക്ഷേ ചവ്വരിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പായസത്തിന് നല്ലൊരു കൊഴുപ്പ് കിട്ടും. ഞാനിവിടെ 200 ഗ്രാം അടയ്ക്ക് ഒരു 100 ഗ്രാം വരെ ചവ്വരി ചേർക്കാം. പ്രഥമൻ ഉണ്ടാക്കുമ്പോൾ പലർക്കും ഏറ്റവും അധികം പ്രശ്നം വരുന്നത് അട വേവിക്കുമ്പോഴാണ്. ഒന്നുകിൽ അട ഒട്ടിപ്പോകുമെന്നുള്ള പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ അട ഒരുപാട് അങ്ങ് വെന്തു പോകുന്നുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ ഇതൊന്നും വരാതെ എങ്ങനെ അട വേവിച്ചെടുക്കാമെന്ന് ഞാൻ ഇന്നിവിടെ കാണിച്ചു തരാം. 200 ഗ്രാം അട വേവിക്കുന്നതിന് ഞാൻ 1.5 ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. വെള്ളം കുറച്ചുകൂടെ കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, കുറയാതിരുന്നാൽ മതി. ഞാനിന്നിവിടെ അട വേവിക്കുന്ന വെള്ളത്തിലേക്ക് ഒരു 2-3 ഏലക്കയും കൂടെ ചേർക്കുന്നുണ്ട്. കുറച്ച് നെയ്യും. സാധാരണ ഇത് ചേർക്കാറില്ല ഏലക്ക. ഞാൻ ഏലക്ക ചേർക്കുന്ന വെച്ചാൽ അട വെന്ത് വരുമ്പോൾ ആ ഒരു ഏലക്കയുടെ ഫ്ലേവറും കൂടെ അതിലേക്ക് വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ 2-3 ഏലക്കയും കൂടെ ചേർക്കുന്നത്. പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം, വെള്ളം നല്ല പോലെ വെട്ടിത്തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അതിലേക്ക് അടയിടാവൂ, ഇല്ലെങ്കിൽ അട ഒട്ടിപ്പോകും. അപ്പം ഈ നെയ്യും ഏലക്കയൊക്കെ ചേർത്ത് വെള്ളം നല്ല പോലെ വെട്ടിത്തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അട ചേർക്കുക. അട ചേർത്ത് അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതൊരു വേവാൻ വയ്ക്കുക. മിക്കവാറും ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് കൊണ്ട് അട വെന്ത് വരും. അത് ഓരോ അടയുടെ രീതി അനുസരിച്ചിരിക്കും. എന്നാലും ഒന്ന് ഒരുപാട് വെന്ത് അങ്ങ് കലങ്ങുന്നിടം വരെ വെച്ചുകൊണ്ടിരിക്കരുത്. ഒന്ന് നല്ല വെന്തത് നമുക്ക് വെന്ത് കഴിയുമ്പോൾ ഞാനത് കാണിച്ചു തരാം. നമ്മൾ കൈ കൊണ്ടെടുത്ത് ഇങ്ങനെ ഒന്ന് അമർത്തി നോക്കുമ്പോൾ അതിങ്ങനെ മുറിഞ്ഞു വരും. അതാണ് അടയുടെ പരുവം. ഇവിടെ അട നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നല്ല ഏലക്കയുടെ മണവും ഒക്കെ ഉള്ള അട നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. കൈ കൊണ്ട് അത് എടുത്ത് നോക്കി ഒന്ന് മുറിച്ചും ജസ്റ്റ് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അത് മുറിഞ്ഞു വരും. ഇതാണ് കറക്റ്റ് പരുവം. ഇനി അടുത്തതായി ശ്രദ്ധിക്കേണ്ടത്, അത് അപ്പോൾ തന്നെ എടുത്ത് നമ്മൾ ആ ചൂട് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് തണുത്ത പച്ച വെള്ളത്തിൽ നമ്മൾ അതിനെ ഒന്ന് കഴുകിയെടുക്കണം. 2-3 വെള്ളം മാറ്റിയാൽ നിങ്ങൾ അരിപ്പയിലേക്ക് ഇടുമോ, അല്ലെങ്കിൽ നോർമലി അല്ലാതെ ആ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് അതിലേക്ക് പച്ച വെള്ളം ഒഴിക്കുകയോ എങ്ങനെ ചെയ്താലും മതി, നിങ്ങളുടെ സൗകര്യം പോലെ. ഒരു 2-3 തവണ വെള്ളം മാറ്റി കഴുകി അതെടുക്കണം. അപ്പോൾ തന്നെ ഒട്ടിപ്പിടിക്കാതെ അട നമുക്ക് നല്ല വൃത്തിയായിട്ട് കിട്ടും. ഇവിടെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം, നല്ല പെർഫെക്റ്റായിട്ട് അട വെന്ത് വന്നിട്ടുണ്ട്. ഒരെണ്ണം പോലും ഒട്ടിപ്പിടിച്ചിട്ടില്ല. എന്നാൽ നന്ന പരുവത്തിന് വെന്തിട്ടുമുണ്ട്. നിങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അട പ്രഥമൻ ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ അട ഒരു കുറച്ച് പച്ചവെള്ളത്തിൽ ഒഴിച്ച് വെച്ച് മാറ്റി വെച്ചിരുന്നാൽ മതി. പിന്നെ പ്രഥമൻ ഉണ്ടാക്കാൻ നേരം ഇതെടുത്താൽ മതി. നിങ്ങൾ രാവിലെ എങ്ങാനും സദ്യ ഉണ്ടാക്കുന്ന ദിവസം സമയം ഇടയ്ക്ക് കിട്ടുമ്പോൾ ഇതുപോലെ അട വേവിച്ച് മാറ്റി വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വേഗം പായസം ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ചവ്വരി വേവിച്ചെടുക്കാം. ചവ്വരി വേവിക്കുന്നതിന് ഇതുപോലെ തന്നെ വെള്ളം നല്ലോണം വേണം. ഇവിടെ ഞാനൊരു 100 ഗ്രാം ചവ്വരി വേവിക്കുന്നതിന് ഒരു 5-6 ഗ്ലാസോളം വെള്ളം ഇവിടെ എടുത്തിട്ടുണ്ട്. ചവ്വരി വേവുന്നതിൻ്റെ പരുവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, അതിങ്ങനെ വെള്ള കളറിൽ ഇങ്ങനെ മുത്തുപോലെ നമുക്ക് ആ വെള്ളത്തിനകത്ത് ഇങ്ങനെ എടുത്തറിയാൻ പറ്റും. കണ്ടോ, നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അത് ആ വെള്ള കളറിൽ വെള്ളത്തിലിങ്ങനെ കിടക്കുന്ന കാണാം. ചവ്വരി വെന്ത് കഴിയുമ്പോൾ അത് ട്രാൻസ്പെറൻ്റ് ആവും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം നല്ലോണം തിളച്ച് ചവ്വരി വെന്ത് വന്നിട്ടുണ്ട്.
ഞാനതെടുത്ത് കാണിച്ചു തരാൻ കണ്ടു. ഇപ്പോൾ ആ വെള്ള കളർ മാറിയിട്ട് അതിങ്ങനെ ട്രാൻസ്പെറൻ്റ് ആവാൻ തുടങ്ങും. കണ്ണാടി പോലെ ഇപ്പുറം നോക്കി അപ്പുറം കാണുന്ന രീതിയിൽ ആയി വരും. ഇതാണ് ചൗവരി വെന്തതിൻ്റെ പരുവം. ചൗവരി വെന്ത് കഴിയുമ്പോൾ അതൊന്ന് ഊറ്റിയെടുത്തിട്ട് അതിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് വെക്കുക. ആ ചൂട് വെള്ളം കളഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് വെക്കുക. പച്ചവെള്ളം ഒഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ആ മുകളിൽ നിന്ന് ആ വെള്ളം ഊറ്റി കളഞ്ഞാൽ പാത്രത്തിൻ്റെ അടിയിൽ നമുക്ക് നല്ല മുത്ത് പോലെ പരുവത്തിന് വെന്ത ചൗവരിയുടെ പേൾസ് കിടക്കുന്നത് നമുക്ക് കാണാം. ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. ഞാൻ എടുത്തിരുന്ന ആ ഉണ്ട ശർക്കര ഒന്ന് പൊട്ടിച്ചിട്ട് ഉരുക്കാൻ ഞാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം, ഒരുപാട് വെള്ളം ചേർക്കരുത്. കാരണം ഒരുപാട് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ പായസം ഉണ്ടാക്കുമ്പോൾ നമ്മളത് ഒരുപാട് നേരമായിട്ട് ശർക്കര വഴറ്റേണ്ടി വരും. കാരണം വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ പായസം ശരിയാവില്ല. അതുകൊണ്ട് മാക്സിമം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ശർക്കര കരിയാത്ത രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര ഉരുക്കിയെടുക്കുക. എന്നിട്ട് അത് ഒന്ന് അരിച്ചെടുക്കുക. ചൂടോടിരിക്കുമ്പോൾ പ്ലാസ്റ്റിക് അരിപ്പ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അരിച്ചെടുത്ത് മാറ്റി വയ്ക്കുക. ശർക്കരയുടെ പൊടി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പും ലാഭിച്ചെടുക്കാം. കാരണം ഈ ഉരുക്കി അരിച്ചെടുക്കേണ്ട പ്രയാസമൊന്നുമില്ല. ഇതുപോലെ ശർക്കര വഴറ്റേണ്ട പ്രയാസവുമില്ല. നിങ്ങൾക്ക് അട വേവിച്ച് അതിലേക്ക് തന്നെ നമ്മൾ പഞ്ചസാരയൊക്കെ ഇടുന്ന പോലെ തന്നെ ഈ ശർക്കര ഇട്ടിട്ട് നമുക്ക് വേഗം പായസം ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഉരുകിയ ശർക്കര നമ്മൾ പായസം വെക്കുന്ന പാത്രത്തിലിട്ട് ഒന്ന് തിളച്ച് അതിൽ ആ ഉള്ള വെള്ളത്തിൻ്റെ അംശം പോകുന്ന വരെ ഒന്ന് തിളപ്പിക്കുക. അങ്ങ് പാവാവൊന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒട്ടി വരുന്ന ആ ഒരു പരുവം മതി. അതാ ഞാൻ പറഞ്ഞപ്പോൾ ഗ്രാനുൾസോ പൊടിയോ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്പും ഒഴിവായി കിട്ടി. ഈ സമയം കൊണ്ട് നമുക്ക് ലാഭമാണ്. അപ്പോൾ ശർക്കര ഒന്ന് ഇളക്കി കൊടുക്കണം, അടുക്കി പിടിക്കാതെ. എന്നിട്ട് ഇത് നന്നായി ഒന്ന് കുറുകി വരുന്നിടം വരെ ഒന്ന് തിളപ്പിക്കുക. ശർക്കര ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന അട ചേർക്കാം. ഈ അട ആ ശർക്കരയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കാരണം അട ശർക്കരയിലേക്ക് ഇടുമ്പോൾ ശർക്കര ഒന്നും കൂടെ ഒന്ന് ലൂസാവും. അപ്പോൾ അതൊന്ന് കുറുകി വരുന്നിടം വരെ നന്നായി അടയും ശർക്കരയും കൂടി ഇട്ട് വേവിച്ച് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് നല്ലപോലെ അത് യോജിച്ച് ഒന്ന് കുറുകി വരുന്നിടം വരെ നമ്മൾ വഴറ്റണം. വേവിച്ച് വെച്ചിരിക്കുന്ന ചൗവരിയും നമ്മൾ ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് ഈ ശർക്കരയും അടയും ചൗവരിയും എല്ലാം കൂടെ നല്ലപോലെ വഴറ്റി ഒന്നും കുറുകി വരുന്നിടം വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം തന്നെ നമുക്ക് ആ നല്ല ശർക്കരയുടെ ഒക്കെ മണം ഇങ്ങനെ വരാൻ തുടങ്ങും. നല്ല മണമാണ് ഈ സമയത്ത്. ശർക്കര ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. ഇവിടെ 3-ാം പാലാണ് ഞാൻ ആദ്യം ഒഴിക്കുന്നത്. ഒരു 2 കപ്പ് 3-ാം പാൽ ഇതിൽ ചേർക്കുന്നുണ്ട്. നമുക്ക് മൊത്തം ഈ ഒരു പായസം ഉണ്ടാക്കുന്നതിന് ഒരു 3 തേങ്ങയുടെ, വലിയ തേങ്ങയാണെങ്കിൽ ഒരു 2-3 തേങ്ങയുടെ പീര മതിയാവും. ഇതിന് വേണ്ടിയിട്ടുള്ള മൊത്തം തേങ്ങാപ്പാൽ എടുക്കുന്നത്. ഞാൻ നിങ്ങൾക്കൊരു എളുപ്പവിദ്യ പറഞ്ഞുതരാം. ഇപ്പോൾ മാർക്കറ്റിൽ തേങ്ങാപ്പാൽ ക്യാനിൽ അവൈലബിൾ ആണ്, അതല്ലെങ്കിൽ തേങ്ങാപ്പാലിൻ്റെ പൊടി അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതും ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ പെട്ടെന്നൊന്ന് പായസം വെക്കണം, തേങ്ങ തിരുമ്മി പാലെടുക്കാനൊന്നും സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ വാങ്ങിക്കുന്ന തേങ്ങാപ്പാലോ തേങ്ങാപ്പാൽപ്പൊടിയോ ഉപയോഗിക്കാം. രുചിക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ് അതിനും വരുന്നത്. നമുക്ക് 2-ാം പാൽ ചേർക്കാം. ഞാനിവിടെ 1 കപ്പ് 2-ാം പാലാണ് ചേർക്കുന്നത്. കുറച്ച് കട്ടിയുള്ള 2-ാം പാലായതുകൊണ്ടാണ് ഞാൻ 1 കപ്പ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1.5-2 കപ്പ് വരെ 2-ാം പാൽ ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 1/2 ടീസ്പൂൺ ചുക്ക് പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചത്. ജീരകം വറുത്ത് പൊടിച്ചത് ഓപ്ഷണലാണ്, ചേർക്കണമെന്നില്ല, പക്ഷെ ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ് പ്രഥമന് കിട്ടുന്നത്. ഇതെല്ലാം കൂടി നന്നായി യോജിപ്പിച്ച് ഒന്ന് 2-ാം പാൽ ഒന്ന് തിളച്ച് കുറുകി വരുന്നിടം വരെ നമ്മളൊന്ന് തിളപ്പിക്കാം. ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ, ആ നെയ്യുടെ നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട്. രണ്ടാം പാൽ ചേർത്തതിന് ശേഷം പായസം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1-ാം പാൽ ചേർക്കാം. 1 കപ്പ് 1-ാം പാലാണ് ചേർത്തിരിക്കുന്നത്. 1 അല്ലെങ്കിൽ 1.5 കപ്പ് 2 കപ്പ് വരെ ചേർക്കാം, നിങ്ങളുടെ പായസത്തിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി അനുസരിച്ചിട്ട്. 1-ാം പാൽ ചേർത്തതിന് ശേഷം പിന്നെ തിളപ്പിക്കരുത്, ഒന്ന് ചൂടായാൽ മാത്രം മതി. തീ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി അവസാനമായി നമുക്ക് വറുത്തിടാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യ് ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ചേർക്കുക. തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് തേങ്ങാക്കൊത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, അതും പായസത്തിന് നല്ല ടേസ്റ്റാണ്. അപ്പം ഇതൊന്ന് നന്നായിട്ട് ഒന്ന് വറുത്ത് ലൈറ്റ് ബ്രൗൺ കളറാവുന്ന വരെ വറുത്തതിന് ശേഷം ഈ നെയ്യും ഈ അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം കൂടെ നമ്മുടെ റെഡിയായിരിക്കുന്ന പായസത്തിലേക്ക് ചേർക്കാം.
നല്ല സൂപ്പറായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സദ്യക്ക് കല്യാണ സദ്യക്കൊക്കെ കിട്ടുന്ന പോലത്തെ അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഓണത്തിന് അടപ്രഥമൻ വെക്കാൻ ബുദ്ധിമുട്ടാണെന്നും പറഞ്ഞാലും പ്രഥമൻ വെക്കാതിരിക്കേണ്ട. നല്ല സൂപ്പറായിട്ടുള്ള പ്രഥമൻ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം എളുപ്പം ഈ തവണ എല്ലാവരെയും ഞെട്ടിക്കണം കേട്ടോ ഓണത്തിന്. സദ്യ അടിപൊളി പായസം പ്രഥമൻ ഉണ്ടാക്കി കൊടുത്തിട്ട്.